ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ലോങ് സെൻറ്റൻസസ് ഫ്ലുവൻ്റായി സംസാരിക്കാനുള്ള പ്രാക്ടീസാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും അവൾ നിങ്ങളെ അഭിനന്ദിക്കാൻ പോകുന്നില്ല. ഈ ഒരു ലോങ് സെൻറ്റൻസസ് ഇംഗ്ലീഷിലേക്ക് എങ്ങനെ മാറ്റാം എന്ന് നോക്കാം. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും എങ്ങനെ പറയാം? ഹൗ മച്ച് എവർ യു വർക്ക് ഹാർഡ്. ഹൗ മച്ച് എവർ യു വർക്ക് ഹാർഡ്. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും ഷീ ഈസ് നോട്ട് ഗോയിങ് ടു അപ്രിഷ്യേറ്റ് യു. അവൾ നിങ്ങളെ അഭിനന്ദിക്കാൻ പോകുന്നില്ല. ഷീ ഈസ് നോട്ട് ഗോയിങ് ടു അപ്രിഷ്യേറ്റ് യു. ഷീ ഈസ് നോട്ട് ഗോയിങ് ടു അപ്രിഷ്യേറ്റ് യു. ഇനി ഒരുമിച്ച് പറഞ്ഞു നോക്കാം. ഹൗ മച്ച് എവർ യു വർക്ക് ഹാർഡ്, ഷീ ഈസ് നോട്ട് ഗോയിങ് ടു അപ്രിഷ്യേറ്റ് യു. How much ever you work hard, she is not going to appreciate you. Please repeat. എൻ്റെ ഒപ്പം പറയൂ. How much ever you work hard. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും she is not going to appreciate you. അവൾ നിങ്ങളെ അഭിനന്ദിക്കാൻ പോകുന്നില്ല. How much ever you work hard, she is not going to appreciate you. ഇപ്പോൾ ക്യാൻസലായ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി ഞാൻ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇതുപോലെ ഏതൊരു വലിയ സെൻറ്റൻസും വളരെ ഈസിയായി ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായി സംസാരിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. സോ പ്ലീസ് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യൂ. ആദ്യം നിങ്ങൾക്കറിയാമോ എന്നുള്ളത് ഇംഗ്ലീഷിൽ ഡു യു നോ എന്ന് പറയാം. ഡു യു നോ, നിങ്ങൾക്കറിയാമോ? ഞാൻ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തുവെന്ന്. ഹൗ മച്ച് ഐ പ്രാക്ടീസ്ഡ്. ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി, ഫോർ ദ ഡാൻസ് പ്രോഗ്രാം. ഹൗ മച്ച് ഐ പ്രാക്ടീസ്ഡ് ഫോർ ദ ഡാൻസ് പ്രോഗ്രാം. ഡു യു നോ ഹൗ മച്ച് ഐ പ്രാക്ടീസ്ഡ് ഫോർ ദ ഡാൻസ് പ്രോഗ്രാം? ഇപ്പോൾ ക്യാൻസലായി പോയ എന്നിങ്ങനെ പറയാം. ദാറ്റ് ഹാസ് ജസ്റ്റ് ബീൻ ക്യാൻസൽഡ്. ദാറ്റ് ഹാസ് ജസ്റ്റ് ബീൻ ക്യാൻസൽഡ്. ഇപ്പോൾ ക്യാൻസലായി പോയ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി ഞാൻ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാമോ? ഡു യു നോ ഹൗ മച്ച് ഐ പ്രാക്ടീസ്ഡ് ഫോർ ദ ഡാൻസ് പ്രോഗ്രാം? ദാറ്റ് ഹാസ് ജസ്റ്റ് ബീൻ ക്യാൻസൽഡ്. പ്ലീസ് റിപ്പീറ്റ്. ഡു യു നോ ഹൗ മച്ച് ഐ പ്രാക്ടീസ്ഡ് ഫോർ ദ ഡാൻസ് പ്രോഗ്രാം? ദാറ്റ് ഹാസ് ജസ്റ്റ് ബീൻ ക്യാൻസൽഡ്. നെക്സ്റ്റ് ലോങ് സെൻറ്റൻസ്. അവൾ എങ്ങനെ പ്രതികരിച്ചു? നീ അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വരില്ല എന്നറിഞ്ഞപ്പോൾ അവൾ എങ്ങനെ പ്രതികരിച്ചു? ഹൗ ഡിഡ് ഷീ റിയാക്ട്? ഹൗ ഡിഡ് ഷീ റിയാക്ട് വെൻ ഷീ ന്യൂ ദാറ്റ് യു വോണ്ട് കം. വോണ്ട് എന്നത് വിൽ നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. വെൻ ഷീ ന്യൂ ദാറ്റ്, നീ വരില്ല എന്ന്, യു വോണ്ട് കം. വെൻ ഷീ ന്യൂ ദാറ്റ്, അവൾ അറിഞ്ഞപ്പോൾ. നീ വരില്ല എന്ന് അവൾ അറിഞ്ഞപ്പോൾ. വെൻ ഷീ ന്യൂ ദാറ്റ് യു വോണ്ട് കം. ടു ഹർ ബർത്ത്ഡേ പാർട്ടി, അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക്. ടു ഹർ ബർത്ത്ഡേ പാർട്ടി. പ്ലീസ് റിപ്പീറ്റ്. ഹൗ ഡിഡ് ഷീ റിയാക്ട് വെൻ ഷീ ന്യൂ ദാറ്റ് യു വോണ്ട് കം ടു ഹർ ബർത്ത്ഡേ പാർട്ടി? ഹൗ ഡിഡ് ഷീ റിയാക്ട് വെൻ ഷീ ന്യൂ ദാറ്റ് യു വോണ്ട് കം ടു ഹർ ബർത്ത്ഡേ പാർട്ടി? ഹൗ ഡിഡ് ഷീ റിയാക്ട് വെൻ ഷീ ന്യൂ ദാറ്റ് യു വോണ്ട് കം ടു ഹർ ബർത്ത്ഡേ പാർട്ടി? അടുത്ത സെൻറ്റൻസ് നോക്കാം. നീ ഓർക്കുന്നുണ്ടോ മാളിലേക്ക് നിന്നെ കൊണ്ടുപോയപ്പോൾ ഞാൻ എന്താ നിന്നോട് പറഞ്ഞതെന്ന്? നീ ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ? ഡു യു റിമെമ്പർ? നീ ഓർക്കുന്നുണ്ടോ ഞാൻ എന്താ നിന്നോട് പറഞ്ഞതെന്ന്? വാട്ട് ഐ ടോൾഡ് യു. വാട്ട് ഐ ടോൾഡ് യു. ഞാൻ എന്താ നിന്നോട് പറഞ്ഞതെന്ന്. വാട്ട് ഐ ടോൾഡ് യു. വെൻ ഐ ടുക്ക് യു ടു ദ മോൾ. മോളിലേക്ക് നിന്നെ കൊണ്ടുപോയപ്പോൾ. വെൻ ഐ ടുക്ക് യു ടു ദ മോൾ. Please repeat. Do you remember what I told you when I took you to the mall? Do you remember what I told you when I took you to the mall? Last sentence നോക്കാം. ഞാൻ എൻ്റെ ഓഫീസിൽ നിനക്ക് വേണ്ടി മീറ്റിംഗ് തുടങ്ങുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. I was waiting. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. I was waiting for you. I was waiting for you. എൻ്റെ ഓഫീസിൽ. In my office. In my office. എൻ്റെ ഓഫീസിൽ. മീറ്റിംഗ് തുടങ്ങുന്നത് വരെ. Until the meeting started. Until
the meeting started. Please repeat. I was waiting for you in my office until the meeting started. ഞാൻ എൻ്റെ ഓഫീസിൽ നിനക്ക് വേണ്ടി മീറ്റിംഗ് തുടങ്ങുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു. I was waiting for you in my office until the meeting started. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.